ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും അഡ്വക്കേറ്റ് അഞ്ജലി സീരിയലിലെ നാളത്തെ നല്ലൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ അനുപമയാണെന്നുണ്ടെങ്കിൽ കുറുപ്പിനെ അവരെയൊക്കെ ഒന്ന് പിരികേറ്റാൻ വേണ്ടി കുറുപ്പിൻ്റെ വീട്ടിലേക്ക് വരുവാണ്. കുറുപ്പിനോട് പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അത് നിങ്ങൾക്ക് ഗുണമുള്ള കാര്യങ്ങളാണ്. പിന്നെ വളരെ സിമ്പിൾ, അഞ്ജലി അവിടെ വന്ന് നിൽക്കുന്നത് എൻ്റെ ജീവിതത്തിലും ആപത്താണ്. അതെങ്ങനെയൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. പിന്നെ രാഘവനുണ്ണിനെ ചേർത്ത് പിടിക്കണമെന്ന് ഞാൻ പറഞ്ഞു, പക്ഷേ എങ്ങനെയാണ് ചേർത്ത് പിടിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അതെല്ലാം പറഞ്ഞുതരാം. ആദ്യം ഞാൻ ഒന്ന് കാവ്യനെ കാണട്ടെ എന്ന് പറഞ്ഞിട്ട് അനുപമ നേരെ മുകളിലേക്ക് കയറി പോവാണ്. ഇത് കാണുന്ന കുറിപ്പ് മനസ്സിൽ വിചാരിക്കുകയാണ്, ഇവളൊരു വിഷപ്പാമ്പാണ്. ഇവളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ, അവിടുത്തെ കൂടുമാറി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതിലെന്തോ ഒരു കാരണമുണ്ട്. അത് കണ്ടുപിടിച്ചേ പറ്റൂ. അടുപ്പിക്കാൻ കൊള്ളില്ലാത്ത ജാതിയാണ് എന്നൊക്കെ കുറിപ്പിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ നാളെ കാണിക്കാൻ പോകുന്നത് അനുപമ കാവ്യക്ക് വാക്ക് കൊടുക്കാൻ വേണ്ടി പോകുവാട്ടോ. കാവ്യ, നീ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട. അർജുൻ്റെയും അഞ്ജലിയുടെയും ആദ്യ രാത്രി ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അവളുടെ ആദ്യ രാത്രി കഴിയത്തുമില്ല. അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം. അർജുൻ നിനക്കുള്ളത് തന്നെയാണ്. അഞ്ജലി അവിടെ നിന്ന് പോകണമെന്നുള്ളത് എൻ്റെയും കൂടി ആവശ്യമാണ്. ചേച്ചിയുടെ എന്താ ആവശ്യം? ചേച്ചിയുടെ സ്വന്തം അനിയത്തിയല്ലേ അഞ്ജലി. അതൊക്കെ കാര്യം ശരി തന്നെയാണ്. പക്ഷെ നിങ്ങൾക്കാരും അറിയാത്ത വേറെ കുറേ സംഭവങ്ങൾ ഇതിന് പിന്നിലുണ്ട്. നിങ്ങൾക്കറിയാവോ? നിന്നോടായോണ്ട് ഞാൻ എല്ലാ കാര്യം തുറന്നു പറയാണ് കാവ്യയെ. ശരിക്കും പറഞ്ഞാൽ അഭി വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചത് എന്നെയല്ല. അഭി പ്രണയിച്ചതും വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചതും എൻ്റെ അനിയത്തി അഞ്ജലിയാണ്. ഇതെങ്ങനെ സംഭവിക്കുന്നു? എനിക്കിതൊന്നും വിശ്വസിക്കാനാവുന്നില്ല എന്ന് കാവ്യ പറയുമ്പോൾ അനുപമ പറയുന്നുണ്ട്, അതെ, പക്ഷേ അവർ തമ്മിൽ കണ്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതെൻ്റെ മഹാഭാഗ്യം. അഞ്ജലിയാണെന്ന് പറഞ്ഞിട്ട് ഞാനാണ് അന്ന് അമ്പലത്തിൽ അഭിനെ കാണാൻ വേണ്ടി പോയത്. അതായത് അനിയത്തിനെ കാണിച്ച് ചേച്ചിനെ വിവാഹം കഴിപ്പിക്കാന്നൊക്കെ നീ കേട്ടില്ലേ? അതാണ് അന്ന് നടന്നത്. ശംഖുചക്രം പോലുള്ള വലിയൊരു തറവാട്ടിലേക്ക് അവൾ വിവാഹം കഴിച്ചു പോണത് എനിക്ക് ആലോചിക്കാനേ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് അവളുടെ വേഷത്തിൽ ഞാൻ അങ്ങ് അമ്പലത്തിൽ പോയി. അബിയുടെ മുമ്പിൽ അഞ്ജലിയായിട്ട് ഞാൻ തകർത്ത് അഭിനയിച്ചു. അന്ന് തന്നെ അബിനെ കൊണ്ട് എൻ്റെ കഴുത്തിൽ താലിയും കെട്ടിപ്പിച്ചു. ഇപ്പൊ നിനക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായോ? അതുകൊണ്ടാണ് അഞ്ജലി വീട്ടിലേക്ക് വരുന്നതിന് എനിക്ക് ഒട്ടും യോജിപ്പില്ല. നിനക്കൊരു കാര്യം അറിയാവോ? എൻ്റെയും അബിയുടെയും വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പൊ 1.5 വർഷത്തിൽ കൂടുതലായി ഞാനും അബിയും ഇതുവരെ ആദ്യ രാത്രി പോയിട്ട് ഒരു ദിവസം പോലും ഒരുമിച്ച് ഒരു ബെഡിൽ കിടന്നുറങ്ങിയിട്ടില്ല. അബിയുടെ മനസ്സിൽ ഇപ്പോഴും അഞ്ജലിയാണ്. അഞ്ജലിയുടെ അടങ്ങാത്ത പ്രണയമാണ്. ഇനി നീ പറ, അവളവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളെക്കാളും ആപത്ത് എനിക്കല്ലേ? അതുകൊണ്ടാണ് അവൾ അവിടെ നിന്ന് പുറത്താക്കാൻ വേണ്ടി ഞാനും പലതും കാണിച്ചു കൂട്ടുന്നത്. ഇനി നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ടാകും. അവളങ്ങനെ അവിടെ ജീവിക്കുന്നത് എനിക്കും കൂടി ആപത്താണ്. അതുകൊണ്ടാണ് കാവ്യ ഞാൻ പറഞ്ഞത്, അവൾ അവിടെ നിന്ന് അടിച്ചു പുറത്താക്കണം. അത് ജീവനോടെയാണെങ്കിലും കൊന്നിട്ടാണെങ്കിലും എനിക്കൊരു പ്രശ്നവുമില്ല. നീ തന്നെയാണ് അർജുൻ്റെ പെണ്ണായിട്ട് ആ വീട്ടിലേക്ക് വരേണ്ടത് എന്ന് അനുപമ കാവ്യ എടുത്ത് പറയാട്ടോ. അത് കേൾക്കുമ്പോൾ കാവ്യയുടെ മനസ്സിൽ വീണ്ടും പ്രതീക്ഷ വരുവാണ്. അത് വേറൊന്നുമല്ല, അനുപമ എന്തെങ്കിലും പറഞ്ഞാൽ അത് ചെയ്യുമെന്ന് കാവ്യക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് കാവ്യയുടെ മനസ്സിൽ വല്ലാത്ത ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്ന കുറുപ്പിനെയാണ്. കുറുപ്പിൻ്റെ അടുത്തേക്ക് അനുപമ വരുന്നുണ്ട്. അങ്കിൾ ഒന്നും കൊണ്ട് ടെൻഷൻ ആവണ്ട. ഞാൻ അറിഞ്ഞു അങ്കിള് കാവ്യനും കൂട്ടിക്കൊണ്ട് ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കാൻ വേണ്ടി പോകുവാണല്ലേ. അതിൻ്റെ ഒരു ആവശ്യം കാവ്യക്കില്ല. ഇനി കാവ്യ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. കാവ്യ എടുത്ത് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ കാവ്യ അവിടേക്ക് ചിരിച്ചുകൊണ്ട് വരുവാട്ടോ. നീ എന്ത് മന്ത്രമാടി ഈ പെൺകൊച്ചെ ഇവളോട് കാണിച്ചത്? ഇവൾ ഇത്ര നേരം ഞങ്ങൾ തല്ലാതെ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു. അതെ, നിങ്ങൾ തല്ലാതെ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു, ശരിയാണ്. പക്ഷേ ഇനി കാവ്യ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. അത് ഞാൻ അങ്കിളിന് തരുന്ന വാക്കാണെന്ന് പറഞ്ഞില്ലേ. കാര്യങ്ങളൊക്കെ ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ നിങ്ങളെപ്പോലെ തന്നെ അഞ്ജലി ആ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് എൻ്റെയും കൂടി ആവശ്യമാണ്. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്കൊരു വാർത്ത കേൾക്കാം, അഞ്ജലി മരണപ്പെട്ടു എന്നുള്ള വാർത്ത എന്നൊക്കെ പറഞ്ഞിട്ട് അനുപമ അവിടെ നിന്ന് പോവാട്ടോ. കുറിപ്പ് കാവ്യ എടുത്ത് ചോദിക്കേണ്ടത്, ഇവളെ വിശ്വസിക്കാവോ മോളെ? വിശ്വസിക്കാച്ചാ? തീർച്ചയായിട്ടും വിശ്വസിക്കാം എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് അഡ്വക്കേറ്റ് രാഘവനുണ്ണിയാണ്. പുള്ളിക്കാരൻ അവിടെ നിന്ന് ഇങ്ങനെ പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കാട്ടോ. വീട്ടിൽ വേറെ ആരുമില്ല, എല്ലാവരും അമ്പലത്തിൽ പോയിരിക്കുകയാണ്. അഞ്ജലി മാത്രമേ ഇപ്പം അവിടെ ഉള്ളൂ. പിന്നെ രാഘവനുണ്ണിയും ഉണ്ട്. അങ്ങനെ രാഘവന്റെ അടുത്തേക്ക് നമ്മുടെ ഹരി വക്കീൽ വരുന്നുണ്ട്. അതെ സർ, നാളെയാണ് നമ്മുടെ പത്മ കേസിന്റെ വീണ്ടും വാദപ്രതിവാദമൊക്കെ. എനിക്കറിയാടോ. എനിക്ക് തോന്നണ ആ അഞ്ജലി വക്കീല് എന്തൊക്കെയോ വലിയ കുനിഷ്ട ആലോചിക്കുന്നുണ്ട്. ആ അഞ്ജലി പത്മ കേസ് ജയിക്കാൻ വേണ്ടി എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടുന്നുണ്ട്. അവളെ ഇപ്പൊ പുറത്തൊന്നും കാണാനേ ഇല്ല. അവൾ എന്തൊക്കെയോ ഒരു
പുതിയൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട് സർ, എനിക്കതാണ് തോന്നുന്നത്. ഓഹോ, അപ്പൊ ഹരി വക്കീല് പറഞ്ഞത് അഞ്ജലി എന്തൊക്കെയോ വലിയ പ്ലാനുകൾ തയ്യാറാക്കുന്നുണ്ടെന്നാണല്ലേ? അതെ, അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അവളിപ്പോ പുറത്തൊന്നും കാണുന്നില്ല, പിന്നെ പത്മേനെ എവിടെയോ സേഫ് ആയിട്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. നാളെ അവള് കോടതി വന്നിട്ട് എന്തൊക്കെയോ വലിയ സംഭവങ്ങൾ ചെയ്യും സർ, അത് ഉറപ്പാണ്. ഹം, ശരി, എന്നാ തനിക്ക് ഞാനൊരു കൂട്ടം കാണിച്ചു തരാം, താനിവിടെ നിൽക്കും. അഞ്ജലിയെ, അഞ്ജലി, ഒരു കപ്പ് ചായ എന്ന് പറയാണ്. അഞ്ജലിയോ? സാർ എന്തൊക്കെയാ പറയണത്? ഈ വീട്ടിൽ ഏത് അഞ്ജലി? താൻ വെയിറ്റ് ചെയ്യോടെ ഒരു ഹരി എന്ന് പറയാണ്. അങ്ങനെ നോക്കുമ്പോഴേക്കും അഞ്ജലി ഒരു കപ്പ് ചായ ആയിട്ട് അവിടേക്ക് വരും കേട്ടോ. അഞ്ജലി ഇവിടെ എന്ന് പറയുമ്പോഴേക്കും, ആഹാ, അപ്പോ താനൊന്നും അറിഞ്ഞില്ലേ, ഇതാണ് തനിക്ക് തരാൻ വെച്ചേക്കണ സർപ്രൈസ്. അഞ്ജലി ഇപ്പോ വെറും അഡ്വക്കേറ്റ് അഞ്ജലി അല്ല, എൻ്റെ മരുമകളാണ്, അതായത് അർജുൻ വിവാഹം കഴിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടി. സാർ എന്തൊക്കെയാ പറഞ്ഞത്? എനിക്കിതൊന്നും വിശ്വസിക്കാനേ പറ്റുന്നില്ല. വിശ്വസിക്കടോ, തൻ്റെ മുമ്പിൽ അല്ലേ നിൽക്കുന്നത്, കണ്ടില്ലേ, നെറ്റിയിൽ സിന്ദൂരം, കഴുത്തിൽ താലി, ഇതിൽ കൂടുതൽ തനിക്ക് എന്ത് തെളിവാ വേണ്ടത്? സാർ, സാറിന്റെ മരുമകളാണോ ഇപ്പൊ അഞ്ജലി? അതെ, കണ്ടില്ലേ എനിക്ക് ചായ ഇട്ട് വന്നത്, നല്ല മരുമകളായിട്ട്. ചായ ഒന്ന് കുടിച്ചു നോക്കട്ടെ. വാഹേ വെക്കാൻ കൊള്ളില്ല, ഇതാണോ ചായ? എടി, നിന്റെ വീട്ടിൽ ചായ ഒന്നും ഉണ്ടാക്കാൻ വേണ്ടി പഠിപ്പിച്ചിട്ടില്ലേ നിന്റെ തള്ള എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ അഞ്ജലിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ശേഷം അഞ്ജലി പറഞ്ഞ പോവാൻ നോക്ക് എന്ന് പറയുമ്പോൾ അഞ്ജലി പറഞ്ഞിട്ട്, അതെ, ഇത് ഞാൻ ഉണ്ടാക്കിയ ചായ അല്ല, ഇവിടെ ചായ ഉണ്ടാക്കി ഫ്ലാസ്കിൽ വെച്ചതാണ്, അതെടുത്ത് ഞാൻ തന്നു മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അഞ്ജലി അവിടുന്ന് പോകുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അഞ്ജലിയുടെ മുഖത്ത് ആ ചായ തുപ്പണ പോലെയാണ് അഡ്വക്കേറ്റ് രാഘവനെ എന്നൊക്കെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അഞ്ജലിക്ക് മനസ്സിലായി ആ ഹരിയുടെ മുമ്പിൽ ആളാവാൻ നോക്കിയതും പിന്നെ ആ ചായ തൻ്റെ മുഖത്തേക്ക് വലിച്ചിടേണ്ട പോലെയാണ് മുറ്റത്തേക്ക് വലിച്ചിടേണ്ടതൊക്കെ നമ്മുടെ അഞ്ജലിക്ക് അറിയാം. പിന്നെ അഞ്ജലി പോട്ടെ, എന്തൊക്കെ പറഞ്ഞാൽ അർജുൻ്റെ അച്ഛനല്ലേ, അതുകൊണ്ട് പോട്ടെ, തൻ്റെ അമ്മായച്ഛനല്ലേ എന്നൊക്കെ പറഞ്ഞ് ക്ഷമിച്ച് അകത്തേക്ക് പോവാണ്. അങ്ങനെ ഹരി ചോദിക്കുന്നുണ്ട്, സാറേ, എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല, സാറിന്റെ മരുമകൾ അഞ്ജലി? അതേടോ, യെസ് യെസ് യെസ്, എൻ്റെ മരുമകൾ തന്നെയാണ് അഞ്ജലി. ഇനി പറയണ പോലെ പേടിക്കാനൊന്നുമില്ലടോ. പത്മ കേസ് ഉണ്ടല്ലോ കോടതിയിൽ, ഇനി നടക്കില്ല. സാർ, അഞ്ജലി കോടതിയിലേക്ക് ഇനി വരില്ലേ? അവൾ എൻ്റെ വീട്ടിലെ അടുക്കളയിൽ കുനിഞ്ഞുകൂടാനാ അവളുടെ ജീവിതം, ഇനിയുള്ള ജീവിതം. അവൾക്കിനി കോടതി വരാന്തയല്ല, അടുക്കള വരാന്തയാണ് ഞാൻ വിധിച്ചിരിക്കുന്നത്. അവളിനി ഈ വീടിൻ്റെ വരാന്തയിലും അടുക്കളയിലും ബാൽക്കണിയിലും ആയിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കട്ടെ, അതാണ് അവൾക്കുള്ള പണി. ഈ വീട്ടിലെ കല്യാണം കഴിഞ്ഞ പെൺപിള്ളേരെല്ലാം അങ്ങനെയാണല്ലോ. ആരാണ് ഇവിടെ ജോലിക്ക് പോണത്? എൻ്റെ ഭാര്യയാണെങ്കിലും ഗോവിന്ദൻ്റെ ഭാര്യയാണെങ്കിലും എല്ലാവരും നല്ല പഠിപ്പും വിവരമുള്ളവരാ. പക്ഷെ ഇവിടുന്ന് പുറത്തു പോകാറുണ്ടോ ആരെങ്കിലും? ഇല്ലല്ലോ. അവർ അണിഞ്ഞൊരുങ്ങി ഈ വീട്ടിൻ്റെ ചുറ്റുവട്ടത്ത് അങ്ങോട്ട് നടക്കും. അഞ്ജലിയുടെ ഇനിയുള്ള ജീവിതം അങ്ങനെയൊക്കെ തന്നെയാണ്. അഞ്ജലിനി പുറത്തൊന്നും പോവില്ല, ഇവിടെയൊക്കെ തന്നെ നടക്കും. അവൾ നാളെ പോയിട്ട് ഇനി ഒരു കാലത്തും കോടതിയിലേക്ക് വരാനൊന്നും പോകുന്നില്ല എന്ന് പറയാണ്. അപ്പൊ ഹരി പറയണ്ട, ഇത് എന്തായാലും നന്നായി സാറേ, ഒരു കണക്കിന് സാറിന്റെ മകൻ അർജുൻ അഞ്ജലിനെ വിവാഹം കഴിച്ചത് നന്നായി, അത് നമുക്കൊരു ഗുണം ചെയ്തു. അതെ അതെ, യെസ് യെസ്, ഇനി അവളുടെ കഷ്ടകാലം തുടങ്ങി. താൻ നോക്കിക്കോ, അവളെ ഈ വീട്ടിൽ ഇട്ടാവട്ടത്തിരുന്ന് ആ വട്ടം കറക്കും. എന്തായാലും ഹരിക്ക് ചായ വേണമെന്നുണ്ടോ? അവളോട് വേണമെങ്കിൽ പറയാം, ചായയൊക്കെ നല്ലതാടോ, ഞാൻ ചുമ്മാ തള്ളിയതാ. എങ്കിൽ എനിക്കും പറഞ്ഞു സാറേ ചായ. അഞ്ജലി, ഹരിവക്കീലിനും ഒരു ചായ എടുക്ക്, നല്ല സ്ട്രോങ് ആയിക്കോട്ടെ എന്ന് പറയാണ്. അങ്ങനെ അഞ്ജലി ചായ എടുത്തിട്ട് ഹരിവക്കീലിനും കൊടുക്കുന്ന ഭാഗമൊക്കെയാണ് നമ്മൾ നാളത്തെ എപ്പിസോഡിൽ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.